വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ റേഷ്യോയിലെ കുറിച്ച് പഠിച്ചിരിക്കേണ്ട ചോദ്യമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ ഒരു ചോദ്യങ്ങൾ എന്തായാലും ചെയ്യാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കൂടെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഒരു സമ്മേളനത്തിൽ 96 സ്ത്രീകളും 144 പുരുഷന്മാരും പങ്കെടുത്തു. ഓക്കെ, 96 വിമണും 144 മെന്നും എന്ത് ചെയ്തു? ഒരു സമ്മേളനത്തിൽ അല്ലെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തു. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സ്ത്രീകളുടെ എണ്ണവും പുരുഷന്മാരുടെ എണ്ണവും തമ്മിലുള്ള അംശബന്ധം കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് വിമൻ ടു ദ നമ്പർ ഓഫ് മെൻ. അല്ലെ, നമ്പർ ഓഫ് വിമൻ ടു ദ നമ്പർ ഓഫ് മെന്നിന്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം എന്ത് എഴുതണം? ഫസ്റ്റ് നമ്മളോട് ചോദിച്ച കാര്യം തന്നെ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് വിമൺ ആണ്. അപ്പൊ വിമണിന്റെ നമ്പർ ആണ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത്. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം. വിമൻ ഇസ് ടു മെന്നിന്റെ അംശബന്ധമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വിമൺ എത്രയുണ്ടടാ? സ്ത്രീകൾ 96 പേരാണ് സ്ത്രീകളുള്ളത്. പുരുഷന്മാരോ 144. അപ്പൊ നമ്മുടെ അംശബന്ധം എന്ന് പറയുന്നത് 96 അംശബന്ധം 144. 96:144ന്റെ റേഷ്യോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടത്? റേഷ്യോനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ അല്ലെ, ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ആയിട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി ഇതിനെ ചെറുതാക്കുന്ന പരിപാടിയാണല്ലേ. 96നെ എന്തുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിക്കൂടെ? 4 ഗുണം 2 2 × 4 എന്ന് പറയുന്നത് 8 ആണ്. 9 - 8 1. 6 വരുമ്പോഴോ 4 ഗുണം 4 16 ആണ്. ഇപ്പൊ 24 ആകും അല്ലെ. അതുപോലെ എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത് 4 കൊണ്ടാണ് നമ്മൾ ഹരിച്ചതെങ്കിൽ അടുത്ത ഭാഗത്തും എന്ത് ചെയ്യണം? 4 കൊണ്ട് തന്നെ ഹരിക്കണം. അതാണ് നമ്മുടെ റേഷ്യോയുടെ റൂൾ അല്ലെ. 144നെ എന്ത് ചെയ്യണം? നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഇവിടെ 4. 6 × 4 6 ഗുണം 4 24 വരും. സോ 36 എന്ന് കിട്ടും. 24ഉം 36ഉം ഏത് ടേബിളിൽ ഉണ്ടടാ? അതെ, 6ന്റെ ടേബിളിൽ പോകില്ലേ? 24 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 4 ആണ്. 6 × 4 24 ആണ്. 36 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് 6 ആണ്. 4:6. 4 അംശബന്ധം 6 എന്ന് കിട്ടി. ഇനി ഇതിന് ഇനിയും ചെറുതാക്കാലോ അല്ലെ. 4നെ 4/2 എന്ന് പറയുന്നത് 2 ആണ്. 6/2 എന്ന് പറയുന്നത് 3 ആണ്. 2:3 അഥവാ 2 അംശബന്ധം 3 എന്നാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അംശബന്ധം റേഷ്യോ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ചേരുവകളുടെ ബന്ധം. ഇഡലി ഉണ്ടാക്കാൻ അമ്മുവിന്റെ അമ്മ 2 കപ്പ് അരിയും 1 കപ്പ് ഉഴുന്നും എടുത്താണ് അരയ്ക്കുന്നത്. എല്ലാവരും നോക്കിക്കോ. അമ്മൂസ് മദർ യൂഷ്വലി ഗ്രൈൻഡ്സ് 2 cups of rice and 1 cup of black gram to make idlis. അപ്പൊ ഏതൊക്കെയാണ് കപ്പിന്റെ അല്ലെ? അരിയുടെയും ബ്ലാക്ക് ഗ്രാമിന്റെയും അഥവാ ഉഴുന്നിന്റെയും അംശബന്ധം എത്രയാണ് എന്ന് നമുക്ക് നോക്കാം. അരിയുടെയും ഉഴുന്നിന്റെയും അംശബന്ധമാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര കപ്പ് അരി എടുത്താലാണടാ എത്ര കപ്പ് ഉഴുന്നെടുക്കുക എന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലെ. 2 cups of റൈസിന് 1 cup of ബ്ലാക്ക് ഗ്രാം ആണ്. 2 കപ്പ് അരി എടുത്താൽ 1 കപ്പ് ഉഴുന്നാണ് എടുക്കുക. ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ഗസ്റ്റ് വന്നു കഴിഞ്ഞാല് നമ്മുടെ അളവ് കൂട്ടേണ്ടി വരും. ആള് കൂടും, അപ്പൊ ഭക്ഷണവും കൂടും അല്ലെ. അപ്പൊ നിങ്ങൾ ബാക്കി വായിച്ചു നോക്കുക. വിരുന്നുകാർ വരുന്നതിന്റെ തലേന്ന് 4 കപ്പ് അരി എടുത്തു. 2 കപ്പ് അരി ഉണ്ടായിരുന്നത് 4 കപ്പ് അരി എടുത്തേ. ഇനി എന്താ നമ്മുടെ നെക്സ്റ്റ് ചോദ്യം? എത്ര കപ്പ് ഉഴുന്നെടുക്കണം? On the day before some guest would be visiting, she took 4 cups of rice. How many cups of black gram should she take? അതാണ് നമ്മളുടെ ചോദ്യം അല്ലെ. അരി എത്രയായടാ? അരി 4 കപ്പാണ് എടുത്തത്. 2 4 ആവാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 4 ആവാൻ നമ്മള് 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ഭാഗം നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അടുത്ത ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് തന്നെ ഗുണിക്കും. അപ്പൊ ഇവിടെ 2 ആയി. അപ്പൊ 4 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നാണ് വേണ്ടത്? 4 കപ്പ് അരി എടുത്താൽ 2 കപ്പ് ഉഴുന്ന് വേണം എന്നാണ് നമ്മളുടെ ഉത്തരം. യെസ്, 4 cups of റൈസിന് 2 cups of black gram വേണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ദോശയാണേ. നേരത്തെ ഇഡ്ഡലി ആയിരുന്നു, ഇപ്പൊ ദോശയായിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാൻ 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന്. അരിയുടെയും ഉഴുന്നിന്റെയും അംശബന്ധം നമുക്ക് നോക്കാം അല്ലെ. അരിയും ഉഴുന്നും 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന്. ഏറ്റവും ചെറിയ ഫോമിലാണോ? 6നെയും 2നെയും ഇനിയും ചെറുതാക്കിക്കൂടെ? അതെ, 6/2 എന്ന് പറയുന്നത് 3 ആണ്. 2/2 എന്ന് പറയുന്നത് 1 ആണ്. 3:1 3:1 ആണ് ഇവരുടെ അംശബന്ധം. അരിയുടെയും ഉഴുന്നിന്റെയും അംശബന്ധം 3:1 ആണ് എന്ന് കിട്ടി. ഇനി എന്താ നമ്മുടെ ചോദ്യം? 9 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കണം? അരി എത്രയാണ്?
9 കപ്പ് 3 കപ്പ് 9 ആവാൻ എന്താ ചെയ്യേണ്ടത്? 3 ഗുണം 3 ഗുണം 3 ഒരു ഭാഗം ഗുണം 3 ചെയ്താൽ അടുത്ത ഭാഗത്തും എന്ത് വേണടാ? അടുത്ത ഭാഗത്തും ഗുണം 3 into 3 ചെയ്യണം. അപ്പോ 9 കപ്പ് അരി എടുത്താൽ 3 കപ്പ് ഉഴുന്നെടുക്കണം. ഓക്കെ ഡിയേഴ്സ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.